കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഫോണ് കൈ കൊടുക്കുന്ന രക്ഷിതാക്കളാണെങ്കിൽ നിങ്ങളോടാണ് എനിക്ക് ഈ കാര്യം പറയാനുള്ളത്. എന്താ വെച്ചാൽ നമ്മളുടെ ഓരോരുത്തരുടെയും തലച്ചോറിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലായിട്ട് ബേസൽ ഗാംഗ്ലിയ എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. നമ്മളുടെ നട്ടെല്ലും അതേപോലെ തലച്ചോറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഗോൾഫ് ബോളിൻ്റെ അത്രയുള്ള ഒരു ന്യൂറോൺസിൻ്റെ കളക്ഷനാണ്. ആ സ്ഥലത്ത് നിന്നാണ് നമ്മൾ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ഹാബിറ്റുകളുണ്ടല്ലോ, നമ്മളുടെ ലേണിംഗ് കാര്യങ്ങളൊക്കെ, എല്ലാ കാര്യങ്ങളും അവിടേക്കാണ് പോയി സേവ് ആവുന്നത്. നമ്മൾ ഡെയിലി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. ഇങ്ങനെ സ്ഥിരമായിട്ടൊരു കുട്ടിക്ക് ഇങ്ങനെ ഫോൺ കൈ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബിഹേവിയറൽ അഡിക്ഷൻസ് വരാൻ സാധ്യത ഏറ്റവും കൂടുതലാണ്. അതിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡ്, അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹാബിറ്റ്സ് റിവേഴ്സൽ ട്രെയിനിങ് എന്നൊരു സംഭവമുണ്ട്. എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു അഡിക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് അവർക്ക് എൻഗേജിങ് ആക്കുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആക്കുക. ചിലപ്പം ചില കുട്ടികൾക്ക് കുറച്ചും കൂടെ കൂടുതൽ കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന, പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതിന് ടൈം സ്പെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും മേഖല ഉണ്ട്, ചിലപ്പോൾ ആർട്ടായിരിക്കും, സ്പോർട്സ് ആയിരിക്കും, ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. അങ്ങനത്തേലേക്ക് കുറച്ചും കൂടെ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബിഹേവിയറൽ അഡിക്ഷൻസ് നമുക്ക് അവരെ റീക്കവർ ആക്കി എടുക്കാൻ പറ്റും. അതേപോലെ നമ്മൾ സ്ഥിരമായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മളുടെ ബേസൽ ഗാംഗ്ലിയക്കുള്ള ട്രെയിനിങ് കൂടെ ആയിട്ട് മാറും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെയുള്ള പ്രോഗ്രാം മാറി വരുന്ന സമയത്ത് പിന്നെ അവർക്ക് ഫോൺ കിട്ടിയാലേ ഭക്ഷണം കഴിക്കുമെന്നുള്ളൊരു തോട്ട് വരും.